സംഘികളെല്ലാം കൂടി ചേർന്ന് വേടൻ എന്ന സ്വതന്ത്ര ഗായകൻ്റെ തോളിൽ ചെന്ന് കിടന്ന് കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ അദ്ദേഹം സ്വന്തം പാട്ടുകൾ അവതരിപ്പിക്കുന്നതിനിടയിൽ ഈ നാട്ടിലെ ചില പൊള്ളുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ അടുത്ത ദിവസമാണല്ലോ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ED വിവാദം അരങ്ങേറിയത്. സിനിമയിൽ ഗുജറാത്ത് കലാപം കാട്ടിയതിനോടൊപ്പം തന്നെ വിമർശിക്കുന്നവർക്ക് നേരെ ദേശീയ അന്വേഷണ ഏജൻസി വരുമെന്നുള്ള യാഥാർത്ഥ്യം സിനിമയിലൂടെ തുറന്നു കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമാ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലനും ആന്റണി പെരുമ്പാവൂരിനും സിനിമാ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനുമെല്ലാം ED നോട്ടീസ് അയച്ചത്. ആ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെയാണ് പൊതുവേദിയിൽ വേടൻ തുറന്നു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വേടനും ഇനിയിപ്പോൾ ED നോട്ടീസ് പ്രതീക്ഷിക്കാം. അതെ, സിനിമ ചെയ്തതിനൊക്കെ ED റൈഡ് വരുന്ന കാലഘട്ടമാണ്. സിനിമ ചെയ്തതിനൊക്കെ ED റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളൂ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളൂ. മനസ്സിലാവണ്ട? കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ കാണും പൊട്ടത്തരം കാണിച്ചിറങ്ങാണ്. നമ്മുടെ രാഷ്ട്രീയ സാധ്യതകളൊക്കെ അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറിവോറാണ് പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ. പല സിനിമ സംഗീതമൊക്കെ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉപകരണമാണല്ലോ. ജനങ്ങളെ ബോധവാന്മാരാക്കുകയല്ല, അതിലൂടെ എങ്ങനെയൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കാം, അതാണല്ലോ സംഘികൾ ഈ ഒരു സംവിധാനത്തെ കണ്ടിരിക്കുന്നത്. പക്ഷേ വേടൻ എന്ന റാപ്പ് ഗായകൻ, അദ്ദേഹം പോപ്പുലറായി വരുന്ന മലയാളി റാപ്പ് ഗായകൻ, അദ്ദേഹം സ്വന്തം രാഷ്ട്രീയം ഒരു പൊതുവേദിയിൽ തുറന്നു പറയുമ്പോൾ സംഘികൾക്ക് വല്ലാതെ പൊള്ളുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേജിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെയെല്ലാം സംഘികളെല്ലാം കൂടി ചേർന്ന് വളഞ്ഞിരുന്ന് തെറിവിളി ആരംഭിച്ചിരിക്കുന്നത്. ഇതാണല്ലോ ഇവരുടെ കയ്യിലുള്ള ഏക ആയുധം. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന കേന്ദ്ര ഡോഗ് സ്ക്വാഡിനെയും കൂടി അയക്കും. അതാണ് അടുത്തതായിട്ട് വേടനെ ചിലപ്പോൾ തേടി വരാൻ സാധ്യത. എന്തായാലും സിനിമ ചെയ്താൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ED വരുമെന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ വേടന് ഒരു ഭയവും ഉണ്ടായില്ല. പോരാത്തതിന് അതിനെതിരെ പ്രതികരിക്കാൻ യുവജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാസിസം കടന്നു വരുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ഈ നാട്ടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ജനങ്ങളെ വിഭജിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന മേഖല ഏതാണോ അതിലൂടെ ഇന്ന് ഈ നാടിൻ്റെ സമാധാന ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നുള്ള ഉത്തരവാദിത്തമാണ് വേടൻ കാട്ടിയത്. ആ കാട്ടിയതാണ് സംഘപരിവാറുകാർക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നോവുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രതികരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ളവരെ പോയി തെറി വിളിക്കുക, അവരെ നിശബ്ദമാക്കുക, അവരുടെ കലാസൃഷ്ടികളെ ഏതൊക്കെ രീതിയിലൊക്കെ തടസ്സപ്പെടുത്താം, ജനങ്ങൾ കാണാതിരിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ പണിയെടുക്കാമെന്നുള്ള ആലോചന കൂടി ഇവർ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ EDയെ വിട്ടിട്ട് വേടൻ്റെ പക്കൽ നിന്നും 50 ലക്ഷം രൂപ കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്തി. എന്നിട്ട് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത അടിച്ചിറക്കുന്നു. പിന്നെ ഒരു വിവരം ഉണ്ടാകില്ല. നേരത്തെ ED അന്വേഷിക്കാൻ വന്നപ്പോൾ AC മൊയ്തീൻ്റെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം പിടിച്ചു എന്ന രീതിയിൽ 28 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടന്നതിനെ മരവിപ്പിക്കുന്ന സാഹചര്യമായി. കോടതി ആ മരവിപ്പ് ഉത്തരവിനെ എടുത്ത് തോട്ടിലെറിഞ്ഞത് വാർത്തയായില്ല, ജനങ്ങളെ അറിയിച്ചിട്ടുമില്ല. ഒരു രോമത്തിൽ തൊടാൻ പറ്റിയില്ല എന്ന യാഥാർത്ഥ്യവുമുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ആ വാർത്ത ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തണം. ഞങ്ങൾക്കെതിരെ സംസാരിക്കുകയോ ഞങ്ങൾക്കെതിരെ മിണ്ടുകയോ ഞങ്ങളെ തുറന്നു കാട്ടാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് മിണ്ടാതെ വായും പൂട്ടി ഇരുന്നോളണമെന്നുള്ള സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നതടുത്താണ് എമ്പുരാൻ എന്ന സിനിമയോട് കാട്ടിയ ആ ഭീഷണിയെ വളരെ ശക്തമായി സ്വന്തം മേഖലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തുറന്നു കാട്ടുകയും യുവജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇത് തന്നെയാണ് സാമൂഹിക ഉത്തരവാദിത്വം. ഇനി അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ 1-2 തെറി ഭാഷ ഉപയോഗിക്കുന്നതിനെയൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ആ വീഡിയോ കട്ട് ചെയ്ത് വിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഇകഴ്ത്താനാണ് ശ്രമിക്കുന്നത്. മോശക്കാരനാണ്, കുടുംബത്തിൽ പറഞ്ഞവനല്ല, തറവാടില്ല, കഞ്ചാവാണ്, ലഹരിയാണ്, അലവലാതിയാണെന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടുന്ന വ്യക്തിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പൊതുവേദിയിൽ തന്നെ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ആ വാചകങ്ങൾ പലയിടങ്ങളിലും ഗുരുതരമായ പൊള്ളലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, സിനിമ ചെയ്തതിനൊക്കെ ED റൈഡ് വരുന്ന കാലഘട്ടമാണ്.
ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട? കോളേജിലൊക്കെ പോണ പിള്ളേരാണ്, ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരെ കേട്ട് പോകണല്ലോ പ്ലീസ്. നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ കാണും പൊട്ടത്തരം കാണിച്ചിറങ്ങാണ്. നമ്മുടെ രാഷ്ട്രീയ സാധ്യതകളൊക്കെ അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറിവോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ.